സനോജ, നഗരസഭ, ത്രിതല പഞ്ചായത്ത് തുടങ്ങിയ 89ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. എങ്ങനെയാണ് അവിടെയുള്ള വിവരങ്ങൾ? കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. അവിടെ ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? തീർച്ചയായിട്ടും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ഒപ്പം തന്നെ 6 നഗരസഭകളിലേക്കും 71 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരപ്രദേശത്തെ 21-ാം നമ്പർ ബൂത്തിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളുമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ, തകരാറുകളും ഇല്ലാതെയാണ് ഈ മോക്ക് പോളിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും നഗരസഭാ വാർഡുകളും ഉൾപ്പെടുന്നു. 1611 വാർഡുകളും ആണ് ഉൾപ്പെടുന്നത്. ഒപ്പം തന്നെ 16,41,249 വോട്ടർമാരാണ്. ഇതിൽ 8,56,321 സ്ത്രീകളും 7,84,842 പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട 13 പേരുമാണ് ഉൾപ്പെടുന്നത്. ആകെ 5,281 പേരാണ് ജനവിധി തേടുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 83ഉം ബ്ലോക്ക് പഞ്ചായത്തിൽ 489ഉം ഗ്രാമപഞ്ചായത്തിൽ 4,032ഉം നഗരസഭയിൽ 677 പേരുമാണ് ജനവിധി തേടുന്നത്. എന്തായാലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മന്ത്രി VN വാസവനാണ് ജില്ലയിലെ പ്രധാനി. മന്ത്രി പാമ്പാടിയിലെ സ്കൂളിൽ രാവിലെ 9:30 വോട്ട് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയും ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. അദ്ദേഹം 8:30 വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. CPMൻ്റെ തലമുതിർന്ന നേതാവായിട്ടുള്ള വൈക്കം വിശ്വനും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാവിലെ 7 മണിക്കും 7:30ക്കും ഇടയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ജില്ലയിൽ എല്ലാ പ്രമുഖരും രാവിലെ തന്നെ അവരുടെ സമ്മതിദാന അവകാശം നിർവഹിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭദ്ര.